പുതുവത്സരവേളയിലും കഴിഞ്ഞ ദിനങ്ങളിൽ നടന്ന പ്രധാന സംഭവങ്ങളെക്കുറിച്ച് നാം അവലോകനം നടത്താറുണ്ടല്ലോ. നാം ഇന്ന് ഈ ഭൂമിയിൽ ഇത്രമാത്രം സാങ്കേതിക പുരോഗതിയോടെ വലിയ വിജയങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ശാസ്ത്രമാണ്. 2024 ആരോഗ്യരംഗത്തും ബഹിരാകാശ പര്യവേഷണത്തിലും പുരാതന ജനിതക ശാസ്ത്രത്തിലുമൊക്കെ ഏറ്റവും ആവേശകരമായ ചില മുന്നേറ്റങ്ങളുണ്ടായി. ഒപ്പം ചില ആശങ്കകളും മുന്നറിയിപ്പുകളും നൽകുകയും ചെയ്യുന്നു. 2024 ശ്രദ്ധേയമായ ചില ശാസ്ത്ര വാർത്തകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഇനി. നമ്മുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO നിരവധി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷമാണ് 2024. വർഷത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ നിരവധി ദൗത്യങ്ങളുടെ ഭാഗമാകാൻ ISROയ്ക്ക് സാധിച്ചു. മറിച്ചു നോക്കാം നമ്മുടെ ശാസ്ത്ര നേട്ടങ്ങളുടെ കലണ്ടർ താളുകളെ. പുതുവത്സര ദിനം നമ്മുടെ ഇന്ത്യയിൽ പിറന്നത് ഒരു അഭിമാന നേട്ടത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടായിരുന്നു. 60ാം ദൗത്യത്തിലും വിശ്വാസം കാത്ത് ISROയുടെ എക്സ്പോസാറ്റ് വിക്ഷേപണം അന്ന് വിജയകരമായി പൂർത്തിയായി. 3, 2, 1, 0. Bright morning of the New Year's Day made brighter by a majestic liftoff. PSLV C-58 carrying India's X-ray polarimetric satellite towards its destination. ജനുവരി 1 ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നതാണ് ഇതിന്റെ മുഴുവൻ രൂപം. എക്സ്റേ തരംഗങ്ങളിലൂടെ തമോഗർത്തങ്ങളുടെ പഠനം, ന്യൂട്രോൺ താരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുകയാണ് എക്സ്പോസാറ്റിന്റെ ലക്ഷ്യം. പോളിക്സ്, എക്സ്പെക്സ് എന്നീ 2 പേലോഡുകളാണ് എക്സ്പോസാറ്റിലുള്ളത്. UR റാവു സാറ്റലൈറ്റ് സെന്ററുമായി സഹകരിച്ച് ബംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ടെലസ്കോപ്പ് വികസിപ്പിച്ചത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV C-58 വാഹനത്തിലായിരുന്നു ദൗത്യത്തിന്റെ വിക്ഷേപണം. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ ധ്രുവണത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയക്കുന്ന ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. ഭൂമിയിൽ നിന്ന് 650 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എക്സ്പോസാറ്റിനെ PSLV C-58 സുരക്ഷിതമായി എത്തിച്ചു. തിരുവനന്തപുരം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വിസാറ്റ് ഉൾപ്പെടെ 10 ചെറു ഉപഗ്രഹങ്ങളും നിക്ഷേപിച്ചിട്ടുണ്ട്. ബഹിരാകാശത്ത് നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ കേരളത്തിന്റെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കൂ എന്നതാണ് വിസാറ്റ് പഠിക്കുക. 1993 സെപ്റ്റംബറിലായിരുന്നു PSLVയുടെ ആദ്യ വിക്ഷേപണം. 59 വിക്ഷേപണങ്ങളിലൂടെ PSLV 345 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ചിട്ടുണ്ട്. Bright morning of the New Year's Day made brighter by a majestic liftoff. PSLV C-58 carrying India's X-ray polarimetric satellite towards its destination. ഒടുവിൽ ആ യാത്രയും ലക്ഷ്യം കണ്ടത് 2024 ISRO വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ സൂര്യപര്യവേക്ഷണ ദൗത്യമായ ആദിത്യ L1 ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയതാകട്ടെ ജനുവരി 6. അടുത്ത 5 വർഷക്കാലത്തേക്ക് ലഗ്രാഞ്ച് പോയിന്റിൽ നിന്നുകൊണ്ട് ആദിത്യ L1 എന്ന ഇന്ത്യൻ ബഹിരാകാശ പേടകം സൂര്യനെ നേർക്കുനേർ കണ്ടുകൊണ്ടിരിക്കും. സെപ്റ്റംബർ 2 ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് PSLV 57 റോക്കറ്റിൽ വിക്ഷേപിച്ച ആദിത്യ L1 ജനുവരി 6 ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിന്റിലെത്തിയത്. ഭൂമിയുടെയും സൂര്യന്റെയും ആകർഷണം തുല്യമായിരിക്കുന്ന 1ാം ലഗ്രാഞ്ച് പോയിന്റിലാണ് പേടകത്തിന്റെ ഭ്രമണം. 125 ദിവസം കൊണ്ട് 15 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ലഗ്രാഞ്ച് പോയിന്റിൽ പേടകമെത്തിയത്. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ചൂടും ഇവയിൽ നിന്നുണ്ടാകുന്ന വികിരണങ്ങൾ ബഹിരാകാശ കാലാവസ്ഥയിലും ഭൂമിയിലും വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും പഠിക്കുകയാണ് 5 വർഷം നീളുന്ന ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. സൂര്യന്റെ പുറംഭാഗത്തെ താപവ്യതിയാനങ്ങളും സൗരക്കൊടുങ്കാറ്റിന്റെ ഫലങ്ങളും പഠിക്കും. സൗരവികിരണങ്ങൾ കാരണം ഭൂമിയുടെ അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സൂര്യന്റെ ഉപരിതലം, കൊറോണാഗ്രാഫ് എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യവലയങ്ങൾ, 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശം എന്നിവയും പഠനവിധേയമാക്കും. അമേരിക്കയുടെ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുമാണ് ലോകത്ത് ISROയെ കൂടാതെ സൗരദൗത്യങ്ങൾ നടത്തിയത്. സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല. ആകാശങ്ങളും ബഹിരാകാശങ്ങളും ഭേദിച്ച് അത് പറക്കും.
മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ആദ്യ ഇന്ത്യൻ ദൗത്യമായ ഗഗൻയാൻ പദ്ധതിയിലാണ് ഇപ്പോൾ നമ്മുടെ പ്രതീക്ഷ മുഴുവൻ. ദൗത്യം വിജയകരമായാൽ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. മലയാളി എവിടെ എത്തിയാൽ എവിടത്തെയും പോലെ അവിടെയും ഒരു തട്ടുകട തുടങ്ങുന്നു. 3, 2, 1, 0. ചാന്ദ്ര, സൗര, ചൊവ്വ ദൗത്യങ്ങളുടെ വിജയത്തിനു ശേഷം ഇന്ത്യൻ ശാസ്ത്രലോകം ഉറ്റുനോക്കുന്ന പേരാണ് ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്ന പദ്ധതി. ISROയുടെ ബഹിരാകാശ ദൗത്യം പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. ഗഗൻയാന് മുന്നോടിയായി 3 ആളില്ലാ ദൗത്യങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ആളില്ലാ ദൗത്യത്തിൽ കരുത്തുറ്റ റോക്കറ്റായ LVM-3 പേടകത്തെ ബഹിരാകാശത്തെത്തിക്കും. 2025ഓടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വിക്ഷേപണത്തിന് മുൻപായി ക്രൂ എസ്കേപ്പ് പരീക്ഷണവും പേടകത്തെ സമുദ്രത്തിലിറക്കി വീണ്ടെടുക്കൽ പരീക്ഷണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൽ 2 സഞ്ചാരികളായിരിക്കും പരമാവധി ഉണ്ടാവുക. എന്നാൽ കന്നി ദൗത്യത്തിൽ 1 സഞ്ചാരിയെ മാത്രം അയക്കുന്നതും പരിഗണനയിലുണ്ട്. ഗഗൻയാൻ ദൗത്യത്തിൽ കേരളത്തിന് അഭിമാനമെന്നോണം ഒരു മലയാളിയുമുണ്ട്. പാലക്കാട് സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനാണ് പ്രശാന്ത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഭാവിയിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് തങ്ങാനായി ബഹിരാകാശ നിലയം കൂടി സജ്ജമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഗഗൻയാൻ പദ്ധതി. ഈ വർഷത്തെ ലോക ബഹിരാകാശ പുരസ്കാരം ചന്ദ്രയാൻ 3 ദൗത്യത്തിനാണ് ലഭിച്ചത്. ISRO ചെയർമാൻ S. സോമനാഥാണ് ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. The World Space Award for 2024 goes to the Indian Space Research Organization, ISRO, for Chandrayaan-3. The chairman of ISRO, Dr. Somanath. Welcome. Okay, photo opportunity. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമെയുള്ള തിളച്ചുമറിയുന്ന പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കുന്നതിനായാണ് പ്രോബ 3 പേടകം രൂപകൽപ്പന ചെയ്തത്. ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ 2 കൃത്രിമ ഉപഗ്രഹങ്ങളുമായാണ് പ്രോബ കുതിച്ചത്. 5, 4, 3, 2, 1, 0. Liftoff normal. Majestic liftoff of the PSLV C-59 Probability mission from the Satish Dhawan Space Center. 2024 ഡിസംബർ 5-നാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ISROയുടെ PSLV C-59 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ISROയുടെ കൊമേഴ്ഷ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചാണ് പ്രോബ 3 ദൗത്യം നയിച്ചത്. സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണയെക്കുറിച്ച് പഠിക്കുകയാണ് പ്രോബ 3യിലെ 2 കൃത്രിമ ഉപകരണങ്ങളുടെ ലക്ഷ്യം. നിശ്ചിത ഉയരത്തിൽ ഒരു പേടകത്തിനു മുന്നിൽ മറ്റൊരു പേടകം വരുന്ന തരത്തിൽ പ്രത്യേകമായി വിന്യസിക്കപ്പെടുന്ന കൊറോണാഗ്രാഫും ഒക്യുൾച്ചറും ബഹിരാകാശത്ത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ചാണ് സൂര്യനെക്കുറിച്ച് പഠിക്കുക. നേരത്തെ പ്രോബ 1, പ്രോബ 2 ദൗത്യ പേടകങ്ങളും ISRO തന്നെയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിക്കായി വിക്ഷേപണം നടത്തിയത്. 2001-ലും 2009-ലുമായിരുന്നു ഈ ദൗത്യങ്ങൾ. 1680 കോടി രൂപ ചിലവിലുള്ള 3ാം ദൗത്യത്തിന്റെ കാലാവധി 2 വർഷമാണ്. ISROയുടെ 2024 അവസാന ദൗത്യമായ സ്പാഡക്സ് വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് PSLV 16 റോക്കറ്റ് വിക്ഷേപിച്ചത്. 3, 2, 1, 0. Liftoff normal. Plus 5 seconds. That's a marvelous liftoff of PSLV PT tracking. C-60 SpaceX mission on the go. 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങളാണ് പ്രധാന പേലോഡുകൾ. കൂടാതെ 24 പരീക്ഷണോപകരണങ്ങൾ കൂടി ദൗത്യത്തിലുണ്ട്. റോക്കറ്റിന്റെ മുകൾ ഭാഗത്തുള്ള ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂളിലാണ് ഈ ഉപകരണങ്ങൾ ഭൂമിയെ ചുറ്റുക. ഭൂമിയിൽ നിന്ന് 470 കിലോമീറ്റർ അകലെ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹങ്ങളെ എത്തിക്കുക. തുടക്കത്തിൽ ഉപഗ്രഹങ്ങൾ തമ്മിൽ 20 കിലോമീറ്ററോളം അകലമാണ് ഉണ്ടാകുക. ഭൂമിയെ ചുറ്റുന്നതിനിടെ ഘട്ടം ഘട്ടമായി അവ തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ടുവന്ന ശേഷം രണ്ടും കൂട്ടിയോജിപ്പിക്കും. ഊർജവും വിവരങ്ങളും പങ്കുവെച്ച് ഒരൊറ്റ പേടകം പോലെ പ്രവർത്തിച്ച ശേഷം അവയെ വേർപെടുത്തുകയും ചെയ്യും. Over the period of time, for the days, it will pick up further distance, travel to almost a 20 kilometer distance away, and then the rendezvous and docking process will start. And we hope that the
the docking process can happen in another 1 week. So congratulations to the entire team of the PSLV project who put the satellite in the right orbit. ആദ്യമായാണ് ഇന്ത്യ ബഹിരാകാശത്ത് വെച്ച് ഡോക്കിംഗ് പരീക്ഷിക്കുന്നത്. അതിനാലാണ് സ്പേഡെക്സ് ദൗത്യം നിർണായകമാകുന്നത്. നിലവിൽ US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് സ്പേസ് ഡോക്കിംഗ് നടപ്പാക്കിയിട്ടുള്ളത്. പലതവണ വിക്ഷേപിച്ച വ്യത്യസ്ത ഘടകഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിച്ചത് ഈ സാങ്കേതിക വിദ്യയിലൂടെയാണ്. ചാന്ദ്ര പര്യവേഷണമായ ചന്ദ്രയാനിന്റെ അടുത്ത ഘട്ടത്തിനും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഗഗൻയാനിനും സ്പേസ് ഡോക്കിംഗ് ഉപയോഗപ്പെടുത്തുവാനാകും. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ ഇന്ത്യ വിഭാവനം ചെയ്യുന്ന ബഹിരാകാശ നിലയവും ഇതുപോലെ വ്യത്യസ്ത പേടകങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാകും നിർമ്മിക്കുക. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ നൊബേലിന് അർഹരായവരിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് ഇനി. 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം പങ്കിട്ടത് 2 പേരാണ്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാകുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. The Royal Swedish Academy of Sciences has today decided to award the 2024 Nobel Prize in Physics to John Hopfield, Princeton University, USA, and Geoffrey Hinton, University of Toronto, Canada, for foundational discoveries and inventions that enable machine learning with artificial neural networks. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷീൻ ലേണിംഗിന് സാധ്യമാകുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. പ്രിസ്റ്റൺ സർവകലാശാലയിലെ പ്രൊഫസറായ ഹോപ്ഫീൽഡ് ഡാറ്റയിലെ ചിത്രങ്ങളും പാറ്റേണുകളും സംഭരിച്ച് വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു അസോസിയേറ്റീവ് മെമ്മറി കണ്ടുപിടിച്ചിരുന്നു. ടൊറന്റോ സർവകലാശാലയിലെ പ്രൊഫസറായ ഹിന്റൺ ഡാറ്റയിൽ സ്വതന്ത്രമായ ഗുണങ്ങളും ചിത്രങ്ങളിലെ നിർദ്ദിഷ്ട ഘടകങ്ങളും കണ്ടെത്താനുള്ള പുതിയ രീതി ആവിഷ്കരിച്ചു. കൃത്രിമ ബുദ്ധി ഗവേഷണങ്ങളിൽ ഇരുവരും നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ശക്തമായ മെഷീൻ ലേണിംഗ് സംവിധാനത്തിന് അടിസ്ഥാനമാകിയത് ഇരുവരും ഭൗതികശാസ്ത്രത്തെ ഉപയോഗിച്ച് നടത്തിയ ഗവേഷണങ്ങളാണ്. ChatGPT പോലുള്ള ഭാഷാ മോഡലുകളിൽ പ്രധാനമാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകളും മെഷീനുകളെ പഠിക്കാൻ അനുവദിക്കുന്ന അടിസ്ഥാന അൽഗോരിതങ്ങളിലുമുള്ള ഇവരുടെ പ്രവർത്തനം. മനുഷ്യന്റെ തലച്ചോറിൽ ചിത്രങ്ങൾ പോലെ കാര്യങ്ങൾ അങ്ങനെ ശേഖരിക്കപ്പെടുന്നതോ അതുപോലെ കമ്പ്യൂട്ടറിന് ഓർമ്മിച്ചു വെക്കാൻ പറ്റുന്ന മെമ്മറി വികസിപ്പിച്ചെടുത്തത് ജോൺ ഹോപ്ഫീൽഡാണ്. അസോസിയേറ്റീവ് മെമ്മറി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ചിത്രങ്ങളിലെ തിരിച്ചറിയാവുന്ന വസ്തുക്കൾ ഡേറ്റയായി ഓർമ്മിച്ചു വെക്കാൻ കമ്പ്യൂട്ടറിനെ സഹായിക്കുന്ന മാതൃകകൾ നിർമ്മിച്ചത് ജെഫ്രി ഹിൻഡയാണ്. ഇവരുണ്ടാക്കിയ മാതൃകകളാണ് മെഷീനുകളെ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുന്നത്. സയൻസ്, എഞ്ചിനീയറിംഗ് തുടങ്ങി ദൈനംദിന ജീവിതത്തിൽ വരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന കണ്ടുപിടുത്തങ്ങളാണ് ഇരുവരും സമ്മാനിച്ചത്. രസതന്ത്ര മേഖലയിലെ സംഭാവനകൾക്കുള്ള 2024 നൊബേൽ പുരസ്കാരം പങ്കിട്ടത് 3 പേർ. അമേരിക്കൻ ഗവേഷകനായ ഡേവിഡ് ബേക്കർ, UK ഗവേഷകരായ ഡെമിസ് ഹസാബീസ്, ജോൺ എം ജംബർ എന്നിവരാണ് ബഹുമതിക്ക് അർഹരായത്. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ജീവന്റെ തന്ത്രപ്രധാനമായ രാസോപകരണങ്ങളായ പ്രോട്ടീനുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പുതിയ തരം പ്രോട്ടീനുകൾ നിർമ്മിക്കുകയെന്ന ഏതാണ്ട് അസാധ്യമായ നേട്ടത്തിൽ ഡേവിഡ് ബേക്കർ വിജയിച്ചു. Årets pris handlar om livets kemiska verktyg, proteinerna. This year's prize is about the chemical tools of life, proteins. Kungliga Vetenskapsakademin har idag beslutat att tilldela 2024 års Nobelpris i kemi med ena halvan till David Baker, University of Washington, Seattle, USA, för datorbaserad proteindesign. പ്രോട്ടീനുകളുടെ സങ്കീർണ ഘടനകൾ പ്രവചിക്കുകയെന്ന 50 വർഷം പഴക്കമുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് AI മോഡൽ വികസിപ്പിക്കുന്നതിൽ ഡെമിസ് ഹസാബീസും ജോൺ എം ജംബറും വിജയിച്ചു. ഈ കണ്ടുപിടുത്തങ്ങൾക്ക് വലിയ സാധ്യതകളാണുള്ളത്. പ്രോട്ടീനുകളിൽ സാധാരണയായി 20 വ്യത്യസ്ത അമിനോ ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. അവയെ ജീവന്റെ നിർമ്മാണ ബ്ലോക്കുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 2003 ഡേവിഡ് ബേക്കർ ഈ ബ്ലോക്കുകൾ ഉപയോഗിച്ച് മറ്റേതൊരു പ്രോട്ടീനിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതിയ പ്രോട്ടീൻ രൂപകൽപ്പന ചെയ്യുന്നതിൽ വിജയിച്ചു. ഡെമിസ് ഹസാബിസും ജോൺ ജംബറും ചേർന്ന് 2020 ആൽഫ ഫോൾഡ് 2 എന്ന AI മോഡൽ അവതരിപ്പിച്ചു.
അതിന്റെ സഹായത്തോടെ ഗവേഷകർ തിരിച്ചറിഞ്ഞ 20 കോടി പ്രോട്ടീനുകളുടെ ഘടന പ്രവചിക്കാൻ അവർക്ക് കഴിഞ്ഞു. തുടർന്ന് 190 രാജ്യങ്ങളിൽ നിന്നുള്ള 20 ലക്ഷത്തിലധികം ആളുകൾ ആൽഫ-ഫോൾഡ് 2 ഉപയോഗിച്ചു. ഗവേഷകർക്കിപ്പോൾ ആന്റിബയോട്ടിക് പ്രതിരോധം നന്നായി മനസ്സിലാക്കാനും പ്ലാസ്റ്റിക് വിഘടിപ്പിക്കാൻ കഴിയുന്ന എൻസൈമുകളുടെ ചിത്രങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. 2024 വൈദ്യശാസ്ത്ര നൊബേൽ പങ്കിട്ടത് അമേരിക്കൻ ശാസ്ത്രജ്ഞരായ വിക്ടർ ആംബ്രോസും ഗാരി റവ്കനുമാണ്. വൈദ്യശാസ്ത്ര രംഗത്തെ അപൂർവ നേട്ടമാണ് ഇരുവരുടെയും കണ്ടെത്തൽ. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിൽ അവയ്ക്കുള്ള പങ്കിനെക്കുറിച്ചുള്ള ഗവേഷണം എന്നിവയാണ് ഇരുവരെയും നേട്ടത്തിന് അർഹമാക്കിയത്. Genetic information is stored in DNA in the cell nucleus. This genetic information is copied into mRNA, and mRNA is then translated to protein. മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഒരേ ജീനുകളാണ്. എന്നാൽ വ്യത്യസ്ത തരം കോശങ്ങൾ വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. കോശങ്ങൾക്ക് ആവശ്യമായ ജീനുകളെ മാത്രം പ്രവർത്തിപ്പിക്കുന്ന ജീൻ റെഗുലേഷൻ കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഇരുവരുടെയും കണ്ടെത്തൽ വൈദ്യശാസ്ത്ര രംഗത്തെ അപൂർവ നേട്ടമാണെന്ന് നോബൽ പുരസ്കാര പ്രഖ്യാപന കമ്മിറ്റി വ്യക്തമാക്കി. 1993 ആരംഭിച്ച സിനോറാബിഡൈറ്റിസ്, എലഗൻസ് എന്നീ ചെറിയ വിരകളിൽ നടത്തിയ പഠനങ്ങളാണ് മൈക്രോ RNA കണ്ടെത്തലുകളിലേക്ക് നയിച്ചത്. ലിൻ14 എന്നീ ജീനുകളിൽ മാറ്റം വരുത്തിയ C. എലഗൻസിനെയാണ് വിക്ടർ ആംബ്രോസും ഗാരി റവ്കനും പഠനത്തിന് വിധേയമാക്കിയത്. Here are the two laureates, Victor Ambros, Gary Ruvkun. 2000 റുവ്കുനിന്റെ ലാബിൽ നടത്തിയ മറ്റൊരു പഠനത്തിൽ മനുഷ്യരടക്കമുള്ള അനേകം ജീവിവർഗങ്ങളിൽ കാണപ്പെടുന്ന ലൈറ്റ് 7 എന്ന പുതിയൊരു മൈക്രോ RNA കൂടി കണ്ടെത്തി. അതായിരുന്നു മൈക്രോ RNA യുഗത്തിന് തുടക്കം കുറിച്ചത്. കോശങ്ങളുടെ വളർച്ച, വൈവിധ്യവൽക്കരണം, സ്വയം ഹത്യ എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് മൈക്രോ RNAകൾക്കുണ്ട്. ഇത് പ്രയോജനപ്പെടുത്തി ക്യാൻസർ, വൈറസ് രോഗങ്ങൾ എന്നിവയെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ക്ലിനിക്കൽ ട്രയലുകളും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ജീവജാലങ്ങളുടെ വളർച്ച, വികാസം, ജീവൽ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച അറിവുകളിൽ നിർണായകമാണ് മൈക്രോ RNAയുടെ കണ്ടെത്തലെന്ന് നോബൽ പുരസ്കാര സമിതി വിലയിരുത്തി. മനുഷ്യനുൾപ്പെടെയുള്ള ബഹുകോശ ജീവികളിൽ അത്യന്താപേക്ഷിതമായ ജീൻ നിയന്ത്രണത്തെക്കുറിച്ചുള്ള പുതിയ തത്വമാണ് ശാസ്ത്രജ്ഞർ ഗവേഷണത്തിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സ്വപ്ന നേട്ടങ്ങളായിരുന്നു 2024 ISROയ്ക്ക്. ആ നേട്ടങ്ങൾ പങ്കുവയ്ക്കുകയാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ മുൻ അസോസിയേറ്റ് ഡയറക്ടർ M. നാരായണൻ നമ്പൂതിരിപ്പാട്. 1960-കളിൽ അമേരിക്ക ചന്ദ്രനെ തൊട്ട ആ കാലഘട്ടത്തിൽ ചെറിയ സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണത്തിലൂടെ ആരംഭിച്ച ഇന്ത്യയുടെ ബഹിരാകാശ പരിശ്രമങ്ങൾ ഇന്ന് വൻ രാഷ്ട്രശക്തികൾക്ക് തുല്യമായ നിലയിൽ എത്തിയിരിക്കുന്ന കാഴ്ച നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ വിക്രം സാരാഭായ്, ഡോക്ടർ APJ അബ്ദുൽ കലാം, ഡോക്ടർ സതീഷ് ധവാൻ, ഡോക്ടർ ബ്രഹ്മപ്രകാശ് തുടങ്ങിയ ധീഷണാശാലികളുടെ വ്യക്തമായ കാഴ്ചപ്പാടുകളും പദ്ധതികളുമാണ് അതിന് പിന്നിലുള്ളത്. അതിനുശേഷം പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൻ്റെ കാര്യത്തിലും ISRO വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. പുതിയ തലമുറകൾ പഴയ തലമുറയിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് നവീനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് ISRO മുന്നോട്ട് പോകുന്നു. 2024 ISROവിൻ്റെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ജാനുവരി 2024 നമ്മൾ എക്സ്പോസാറ്റ് എന്ന ഒരു ഉപഗ്രഹത്തെ വിക്ഷേപിക്കുകയുണ്ടായി. ഇത് എക്സ്റേ പൊളാരിമീറ്റർ എന്ന ഒരു പേലോഡാണ് ഈ സാറ്റലൈറ്റിലുള്ളത്. വിദൂരമായ ബഹിരാകാശ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനും മറ്റുമായി ഉള്ള ഒരു പേലോഡാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കമേഴ്ഷ്യൽ വിക്ഷേപണത്തോടൊപ്പം തന്നെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾക്കും ISRO പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ എക്സ്പോസാറ്റ് മിഷൻ എന്നുള്ളത് ഒരു സയൻറ്റിഫിക് മിഷനാണ്. ഇതിൽ നിന്നുള്ള നേട്ടങ്ങൾ ഒരു രാജ്യത്തിന് മാത്രമല്ല, ഇതിന് ആഗോളതലത്തിൽ ഈ നേട്ടങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. അത്തരത്തിലുള്ള പര്യവേഷണങ്ങളിലും ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്.
മറ്റൊരു നേട്ടം ഓഗസ്റ്റ് 2024 ആദിത്യ L1 എന്ന ഉപഗ്രഹം അതിൻ്റെ ഉദ്ദേശിച്ച പോയിന്റിൽ, അതായത് ലഗ്രാഞ്ചിയൻ പോയിൻ്റായ L1 പോയിന്റിൽ എത്തി എന്നുള്ളത് വലിയ ഒരു നേട്ടമാണ്. ഏകദേശം 1.5 മില്യൺ കിലോമീറ്റർ ദൂരത്തിലാണത്. ഭൂമിയിൽ നിന്നും അത്രയും ദൂരത്തിലുള്ള ഒരു പോയിന്റിലാണ് ഈ L1 പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അവിടെ നമ്മൾ ഒരു ഉപഗ്രഹത്തെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും സൂര്യനെ തന്നെ അഭിമുഖീകരിച്ച് ഇരിക്കും എന്നുള്ളതാണ്. ഇത് സൂര്യനെക്കുറിച്ചുള്ള ആധികാരികമായ പഠനങ്ങൾ, സൗരവാതം, സോളാർ ഫ്ലെയർ തുടങ്ങിയ പ്രതിഭാസങ്ങളെക്കുറിച്ച്, പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനം, ഇതിനൊക്കെ ആയിട്ടുള്ളതാണ് ഈ ആദിത്യ L1 എന്ന ഉപഗ്രഹം. സൂര്യനിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾക്ക് നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥയിൽ എന്തെല്ലാം സ്വാധീനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ള പഠനത്തിനും ഇത്തരത്തിലുള്ള പര്യവേഷണങ്ങൾ ഉപയുക്തമാണ്. പിന്നീടുള്ളത് നമ്മളുടെ ഇൻസാറ്റ് 3DS ലോഞ്ചാണ്. ഒരു ഡിമാൻഡ് ബേസ്ഡ് സാറ്റലൈറ്റാണ്. നമ്മുടെ GSLV വാഹനം ഉപയോഗിച്ചാണ് ആ വിക്ഷേപണം നടത്തിയത്. ഏകദേശം 2274 കിലോഗ്രാം ഭാരമുള്ള ആ ഉപഗ്രഹത്തെ നമ്മൾ വിജയകരമായി വിക്ഷേപിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷണത്തിൻ്റെ വിജയം 2024 പ്രത്യേകതയാണ്. അതായത് പുഷ്പക് എന്ന പേരുള്ള റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിൻ്റെ രണ്ടാമത്തെ മിഷൻ. ഇത് നടന്നത് എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ച് ചിത്രദുർഗയിൽ വെച്ചാണ്. ഏകദേശം 4.5 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് നമ്മൾ ഈ പുഷ്പക്കിനെ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ഈ പുഷ്പക് വിങ് ബോഡി ആയിട്ടുള്ള ഒരു വിമാനം പോലുള്ള അതിനകത്തുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള നാവിഗേഷൻ, ഗൈഡൻസ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വഴി അത് കറക്റ്റായി ഒരു പൈലറ്റൊന്നുമില്ലാതെ തന്നെ ആ വാഹനം വളരെ കൃത്യതയോടെ നമ്മൾ ഉദ്ദേശിച്ച റൺവേയിൽ അത് ലാൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു പരീക്ഷണം വളരെ വലിയ ബൃഹത്തായ മറ്റ് പരീക്ഷണങ്ങൾക്കുള്ള ഒരു ചെറിയ എളിയ കാൽവയ്പ്പാണ്. ഇതിലൂടെ നമ്മൾ അടുത്ത് ഉദ്ദേശിക്കുന്നത് ബഹിരാകാശത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഉപഗ്രഹത്തിൻ്റെ ഏറ്റവും മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള അപ്പർ സ്റ്റേജ്, ഒരു വിങ് ബോഡി ആയിട്ടുള്ള ഒരു അപ്പർ സ്റ്റേജ് തിരിച്ച് ഓട്ടോണമസ് ആയിട്ട് ഭൂമിയിൽ റൺവേയിൽ ലാൻഡ് ചെയ്യുക എന്നുള്ള പരീക്ഷണത്തിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മൾ പുഷ്പക്കിൻ്റെ പരീക്ഷണം നടത്തിയത്. അതിനെ നമ്മൾ ഹെലികോപ്റ്ററിൽ ലിഫ്റ്റ് ചെയ്ത് ആണ് ഡ്രോപ്പ് ചെയ്തത്. അതിനകത്ത് ഉള്ള സെൻസറുകളുടെ ഡെവലപ്മെൻറ്റ്, ഓൺബോർഡ് കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇതെല്ലാം വലിയ ഒരു അച്ചീവ്മെൻ്റാണ്. റഡാർ ആൾട്ടിമീറ്റർ തുടങ്ങിയ സെൻസറുകളുമെല്ലാം ഇതിനകത്ത് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലം കൊണ്ടാണ് നമുക്കിങ്ങനെ ലാൻഡിങ് ചെയ്യാൻ പറ്റിയത്. പിന്നീടുള്ളത് നമ്മുടെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLVയുടെ പരീക്ഷണമാണ്. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നുള്ള ഒരു സീരീസ് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതിപ്പോൾ പരീക്ഷണമെല്ലാം വിജയിച്ച് ഇൻഡസ്ട്രിയൽക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം അതിൻ്റെ ടെക്നോളജി. അതായത് ഇനിയിപ്പോൾ ലോ എർത്ത് ഓർബിറ്റിൽ വളരെ ഭാരം കുറഞ്ഞ ഉപഗ്രഹങ്ങളുടെ ഒരു കോൺസ്റ്റലേഷൻ രൂപീകരിച്ച് കമ്മ്യൂണിക്കേഷന് വേണ്ടി വളരെയധികം ഡിമാൻഡുണ്ട്. അപ്പോൾ ആ ഒരു ഡിമാൻഡിനെ കണക്കിലെടുത്താണ് SSLV എന്ന ഒരു വാഹനം നമ്മൾ വിക്ഷേപിച്ചത്. അതിൻ്റെ മൂന്നാമത്തെ പരീക്ഷണം നടന്നു. അത് ഓഗസ്റ്റിലാണ് നടന്നത്. പിന്നെ നമ്മുടെ GSAT 20 എന്ന ഭാരമേറിയ ഒരു ഉപഗ്രഹത്തെ, ഏകദേശം 4700 kgയോളം ഭാരമുള്ള ഒരു ഡിമാൻഡ് ഡ്രിവണായിട്ടുള്ള ധാരാളം ട്രാൻസ്പോണ്ടറുകളും ട്രാൻസ്മിറ്ററുകളും അതുപോലെ എർത്ത് ഒബ്സർവേഷൻ പേലോഡുകളും എല്ലാമുള്ള ഒരു ഉപഗ്രഹത്തെ നമ്മൾ സ്പേസ് എക്സിലെ ലോഞ്ചർ ഉപയോഗിച്ച് നമ്മൾ വിക്ഷേപിച്ചു. കാരണം അത്രയും വലിയ ഭാരം വഹിക്കാനുള്ള കപ്പാസിറ്റി നമ്മളുടെ LVM-3 ലോഞ്ച് വെഹിക്കിളിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്പേസ് എക്സിനെ ആയിട്ട് ബന്ധപ്പെട്ടത്. അത് നേരിട്ട് ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കുകയാണ് ചെയ്തത്. പിന്നെ മറ്റൊരു
പ്രധാനപ്പെട്ട സംഭവം എന്നുള്ളത് ചന്ദ്രയാൻ 3യുടെ വിജയം. 2023 ചന്ദ്രയാൻ 3യുടെ വിജയം ഭാരതത്തെ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ഏറ്റവും ഉന്നതിയിൽ എത്തിച്ച ഒരു മിഷനാണ്. അതിൻ്റെ വിജയത്തിൻ്റെ ഒരു സെലിബ്രേഷൻ എന്നുള്ള രീതിയിൽ 75ാമത് ഇൻ്റർനാഷണൽ അസ്ട്രോനോട്ടിക്കൽ കോൺഫറൻസ് ഹെൽഡ് അറ്റ് മിലാൻ, ഇറ്റലി, അവിടെ വെച്ച് നമുക്ക് ഇതിൻ്റെ വേൾഡ് സ്പേസ് അവാർഡ് നമ്മളുടെ ചന്ദ്രയാൻ ടീമിന് ലഭിക്കുകയുണ്ടായി. അത് നമ്മളുടെ ചെയർമാൻ ISRO ശ്രീ സോംനാഥ് സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ടീമെല്ലാം അവിടെ പോയി ആ അവാർഡ് സ്വീകരിക്കുകയുണ്ടായി. പിന്നെ നവംബർ 1 ഇന്ത്യ ഒരു അനലോഗ് സ്പേസ് സ്റ്റേഷൻ ഇവിടെ ലേ എന്ന സ്ഥലത്ത് സ്ഥാപിക്കുകയുണ്ടായി. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ ഇനി ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ ബഹിരാകാശത്തെ അതേ സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ മനുഷ്യന് എന്തെല്ലാം സംഭവിക്കുന്നു എന്നൊക്കെ പരീക്ഷിച്ചറിയാൻ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ പരീക്ഷിച്ചറിയാനുള്ള ഒരു ലാബറട്ടറി സെറ്റപ്പാണ്. അത്തരമൊരു ലാബറട്ടറി നമ്മൾ സ്ഥാപിക്കുകയുണ്ടായി. അത് നമ്മളുടെ ഭാവിയിലുള്ള ഗഗൻയാൻ മിഷനും മറ്റും അത് വളരെയധികം ഉപയോഗപ്പെടും. പിന്നെ വീനസിനെ കുറിച്ചുള്ള മിഷൻ, വീനസ് മിഷൻ, ചന്ദ്രയാൻ 4 തുടങ്ങിയ ബൃഹത് പദ്ധതികളുടെ ക്യാബിനറ്റ് അപ്രൂവൽ നമുക്ക് 2024 ലഭിച്ചു. അതിനുവേണ്ട ബഡ്ജറ്റ് അലോക്കേഷനും നമുക്ക് ലഭിച്ചു. ചന്ദ്രയാൻ 4ൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ചന്ദ്രയാൻ 3 നമ്മൾ സോഫ്റ്റ് ലാൻഡിംഗ് ആണ് ചെയ്തതെങ്കിൽ ചന്ദ്രയാൻ 4 നമ്മൾ ചന്ദ്രനിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്ത് തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻറ്റ്. പിന്നെ 2024 തുടക്കം തന്നെ ഫെബ്രുവരി 24 നമ്മളുടെ ആദരണീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സന്ദർശിക്കുകയുണ്ടായി. ആ അവസരത്തിൽ വരാൻ പോകുന്ന ഗഗൻയാൻ മിഷൻ, അതായത് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഇന്ത്യൻ ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഇന്ത്യക്കാരായ ആസ്ട്രോനോട്ടുകളെ നമ്മൾ ലോ എർത്ത് ഓർബിറ്റിലേക്ക് എത്തിച്ച് അവിടെ നിന്നും സുരക്ഷിതരായി തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയാണ്. അതിൻ്റെ പരീക്ഷണങ്ങളും അതിൻ്റെ വാഹനത്തിൻ്റെ തയ്യാറെടുപ്പുകളും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 തുടക്കത്തിൽ തന്നെ മനുഷ്യനില്ലാതെയുള്ള വിക്ഷേപണങ്ങൾ നടക്കുന്നതായിരിക്കും. 2026 ഗഗൻയാൻ മിഷനും നടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഗഗൻയാൻ മിഷന് സെലക്ട് ചെയ്ത സഞ്ചാരികളെ പ്രധാനമന്ത്രി അന്ന് ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അഗാത് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല തുടങ്ങിയവരെ പ്രധാനമന്ത്രി ലോകത്തിന് പരിചയപ്പെടുത്തി. ഇത്രയൊക്കെയാണ് 2024 നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ്. ലോഞ്ചിങ്ങുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത്ര അധികം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നടത്തിയ പരീക്ഷണത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് വെച്ച് നോക്കുമ്പോൾ 2024 വളരെ പ്രധാനപ്പെട്ട പല പരീക്ഷണങ്ങളും നടന്ന വളരെ വിജയകരമായ ഒരു വർഷം തന്നെ ആയിരുന്നു ISROനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ 2020 ഒരു പാരഡൈം ഷിഫ്റ്റ് സ്പേസ് പോളിസിയിൽ സംഭവിക്കുകയുണ്ടായി. അതായത് പ്രൈവറ്റ് സ്റ്റാർട്ടപ്പുകൾക്കും സ്പേസ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാനുള്ള ഒരു അവസരം ഇൻസ്പേസ് എന്നൊരു സ്ഥാപനത്തിൻ്റെ ഫോർമേഷനോടുകൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്വീകരിച്ചു. അതനുസരിച്ച് ധാരാളം പ്രൈവറ്റ് സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഉപഗ്രഹ നിർമ്മാണ രംഗത്തും ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളുടെ നിർമ്മാണ രംഗത്തും ധാരാളമായി ഇവിടെ വന്നു. അങ്ങനെയുള്ള അഗ്നികുൽ കോസ്മോസ് എന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഒരു സബോർബിറ്റൽ മിഷൻ, അഗ്നിബാൺ എന്ന ഒരു സബോർബിറ്റൽ മിഷൻ സക്സസ്ഫുള്ളി നടന്നു എന്നുള്ളതും വലിയ ഒരു അച്ചീവ്മെൻ്റാണ്. ഇത്രയൊക്കെയാണ് 2024 പ്രധാനപ്പെട്ട മിഷൻ. 2025, 26 തുടങ്ങിയ വർഷങ്ങൾ തീർച്ചയായും ഗഗൻയാൻ്റെ വർഷങ്ങളാണ്.
കാരണം ഇന്ത്യ ബഹിരാകാശ ഗവേഷണത്തിലെ സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ ഇനി അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുക എന്നുള്ളത്. അതിലും കൂടെ ഇന്ത്യ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ ബഹിരാകാശ ഗവേഷണ രംഗത്തുള്ള എല്ലാ മേഖലകളിലും ഇന്ത്യക്കുള്ള കാപ്പബിലിറ്റി പ്രൂവണായി കഴിഞ്ഞു. അതോടുകൂടി ഇന്ത്യ ഒരു വൻ ശക്തിയായി തന്നെ ഈ മേഖലയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് വളരെ സുനിശ്ചിതമായ ഒരു കാര്യമാണ്. താങ്ക് യു. ബഹിരാകാശത്തെ ആദ്യ സ്വകാര്യ നടത്തമെന്ന ചരിത്രം കുറിച്ചിരിക്കുകയാണ് സ്പേസ് എക്സിന്റെ പൊളാരിസ് ഡോൺ ദൗത്യം. സ്വകാര്യ വ്യക്തികൾ സംഘടിപ്പിക്കുന്ന ആദ്യ ബഹിരാകാശ നടത്തമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. സിവിലിയൻ ബഹിരാകാശ പര്യവേഷണത്തിന്റെയും ഭാവി ദൗത്യങ്ങൾക്കായുള്ള സ്പേസ് എക്സിന്റെ സുപ്രധാന പദ്ധതികളുടെയും നാഴികക്കല്ലാണ് പൊളാരിസ് ദൗത്യം. കോടീശ്വരനും ഷിഫ്റ്റ് ഫോർ പെയിൻമെന്റ് സിഇഒയുമായ ജെറേഡ് ഐസക് മാൻ, സ്പേസ് എക്സ് എഞ്ചിനീയർമാരായ സാറ ഗില്ലീസ്, അന്ന മേനോൻ, US വ്യോമസേന മുൻ പൈലറ്റ് 20-കാരനായ സ്കോട്ട് പൊറ്റീറ്റ് എന്നിവരാണ് 5-ദിന ദൗത്യത്തിലുണ്ടായിരുന്നത്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലായിരുന്നു യാത്ര. മലയാളിയായ ബഹിരാകാശ മെഡിക്കൽ വിദഗ്ധൻ ഡോക്ടർ അനിൽ മേനോന്റെ പങ്കാളിയാണ് അന്ന. ജെറേഡാണ് പേടകത്തിൽ നിന്ന് ആദ്യം പുറത്തിറങ്ങിയത്. പിന്നാലെ സാറയും പുറത്തിറങ്ങി. പ്രൊഫഷണൽ അല്ലാത്ത ബഹിരാകാശ യാത്രികരുടെ സ്പേസ് വാക്ക് എന്ന സുപ്രധാന നേട്ടമാണ് സ്പേസ് എക്സ് ഇതോടെ കൈവരിച്ചിരിക്കുന്നത്. പരിശീലനം ലഭിച്ച സർക്കാരിന്റെ ഭാഗമായി നടക്കുന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായുള്ളവർ മാത്രമാണ് ഇതുവരെ സ്പേസ് വാക്ക് നടത്തിയിട്ടുള്ളത്. സെപ്റ്റംബർ 10-നാണ് നാസയുടെ കെനഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ജെറേഡ് ഐസക് മാന്റെ നേതൃത്വത്തിലുള്ള 4 സിവിലിയൻ ബഹിരാകാശ യാത്രികർ അടങ്ങുന്ന പൊളാരിസ് ഡോൺ ദൗത്യം വിക്ഷേപിച്ചത്. 1400 കിലോമീറ്റർ ഉയരത്തിലെത്തി ദൗത്യം ഇതിനകം റെക്കോർഡുകൾ സൃഷ്ടിച്ചിരുന്നു. അപ്പോളോ യുഗത്തിന് ശേഷം മനുഷ്യൻ നേടിയ ഏറ്റവും ഉയർന്ന ഭൗമ ഭ്രമണപഥമാണിത്. ഈ ബഹിരാകാശ നടത്തത്തിന്റെ പ്രാഥമിക ലക്ഷ്യം പുതിയ സ്പേസ് സ്യൂട്ടുകൾ പരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നതാണ്. ചന്ദ്രന്റെ വിദൂര വശത്ത് നിന്ന് മണ്ണും കല്ലുകളും ശേഖരിച്ച് ഭൂമിയിലെത്തിച്ച ആദ്യ രാജ്യമെന്ന ചരിത്രം കുറിച്ച് ചൈന. മെയ് 3-ന് ഹൈനാൻ പ്രവിശ്യയിൽ നിന്ന് വിക്ഷേപിച്ച ചാങ് E6 പേടകം ദൗത്യം പൂർത്തിയാക്കി മംഗോളിയയുടെ ഉൾഭാഗത്തുള്ള സിസി വാങ് ബാനർ മേഖലയിലാണ് ലാൻഡ് ചെയ്തത്. ചൈനീസ് ചന്ദ്രദേവതയുടെ പേരിലുള്ള ചാങ് E6 ആളില്ലാ പേടകം ജൂൺ 2-നാണ് ചന്ദ്രന്റെ വിദൂരവശത്ത് വിജയകരമായി ഇറങ്ങിയത്. തുടർന്ന് മണ്ണും കല്ലുകളും ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിച്ചാണ് മടക്കയാത്ര. വിക്ഷേപിച്ച് 53 ദിവസത്തിന് ശേഷമാണ് പേടകം തിരിച്ചെത്തിയത്. 2024 നവംബർ 5-നാണ് മരത്തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ലിഗ്നോസാറ്റ് 1 ജപ്പാൻ ഫ്ലോറിഡയിൽ നിന്ന് വിക്ഷേപിച്ചത്. മംഗോളിനിയ മരത്തിന്റെ തടി കൊണ്ടാണ് ഉപഗ്രഹം നിർമ്മിച്ചത്. ബഹിരാകാശ അവശിഷ്ടങ്ങൾ കുറയ്ക്കുക എന്നതാണ് ചെറു ഉപഗ്രഹമായ ലിഗ്നോസാറ്റിന്റെ വിക്ഷേപണത്തിലൂടെ നൽകുന്ന സന്ദേശം. ആണികളോ പശകളോ ഉപയോഗിക്കാതെ ജപ്പാനിലെ തനത് കരകൗശല വിദ്യകളിലൂടെയാണ് ഉപഗ്രഹത്തിന്റെ ഭാഗങ്ങളെ ഉറപ്പിച്ചിരിക്കുന്നത്. സൗരയൂഥത്തിന് പുറത്ത് ചിഹ്നഗ്രഹം കണ്ടെത്തി ജ്യോതിശാസ്ത്രജ്ഞർ. ഈ ചിഹ്നഗ്രഹത്തിന് ഏകദേശം 30 ലക്ഷം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് നിരീക്ഷണം. ട്രാൻസിറ്റ് രീതിയിലുള്ള ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രഹമാണിത്. ചിഹ്നഗ്രഹങ്ങൾ പലപ്പോഴും അവയുടെ ആതിഥേയ നക്ഷത്രങ്ങൾക്ക് ചുറ്റും കറങ്ങുന്നതിനാൽ ഇവയെ കണ്ടെത്തുന്നതും പ്രയാസമാണ്. കാർഷിക മേഖലയിലും നിരവധി നേട്ടങ്ങളാണ് 2024 ലോകം കൈവരിച്ചത്. കാർഷികോൽപ്പന്നങ്ങളെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇരട്ടിയാക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് മണ്ണ് സ്വീഡനിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തു. ലിങ്കോപ്പിംഗ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് ഈ പ്രത്യേക മണ്ണ് തയ്യാറാക്കിയത്. കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഇലക്ട്രോണിക് മണ്ണ് കാരണമായി. മണ്ണില്ലാതെ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ലായനിയിൽ നിന്ന് സസ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് സാങ്കേതിക വിദ്യയിലൂടെ ഇലക്ട്രോണിക്സ് മണ്ണിന്റെ പ്രയോഗം വരുന്നത്. ആരോഗ്യ മേഖലയിലും വിവിധ നേട്ടങ്ങളാണ് ലോകം കൈവരിച്ചത്. ദക്ഷിണ കൊറിയയിൽ വികസിപ്പിച്ചെടുത്ത കോളറ വാക്സിനായ UV-COL-Sന് 2024 ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചു. വായിലൂടെ കഴിക്കാവുന്ന കോളറ വാക്സിനാണിത്. യുബയോളജിക്സും ഇന്റർനാഷണൽ വാക്സിൻ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് ഈ വാക്സിൻ വികസിപ്പിച്ചെടുത്തത്.
ഡെങ്കിപ്പനിക്കുള്ള പുതിയ വാക്സിനായ ടാക് 003ക്ക് 2024 മെയ്യിൽ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചു. 6 വയസ്സിനും 16 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ ഫലപ്രദമായ ഡെങ്കി വാക്സിനാണ് ഇതെന്ന് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്തിട്ടുണ്ട്. ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന 2024 ഓഗസ്റ്റിൽ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പകർച്ചവ്യാധിയാണ് എംപോക്സ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ എംപോക്സ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രഖ്യാപനമുണ്ടായത്. മുൻപ് മങ്കി പോക്സ് എന്നറിയപ്പെട്ടിരുന്ന ഈ രോഗത്തെ ലോകാരോഗ്യ സംഘടനയാണ് എംപോക്സ് എന്ന് പുനർനാമകരണം ചെയ്തത്. വസൂരി രോഗത്തിന് കാരണമായ വൈറസിന്റെ അതേ കുടുംബത്തിലുള്ളതാണ് എംപോക്സിന് കാരണമായ വൈറസും. ക്യാൻസറിന് പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചെന്ന ആശ്വാസ വാർത്തയാണ് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്ററാണ് ചരിത്രം തിരുത്തുന്ന ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. ക്യാൻസർ പ്രതിരോധ mRNA വാക്സിന്റെ വിതരണം 2025 ആദ്യം ആരംഭിക്കുമെന്നും റഷ്യ വ്യക്തമാക്കിയിരുന്നു. ആധുനിക കാലഘട്ടം പരിവർത്തനത്തിന്റെയും മാറ്റത്തിന്റെയും കാലഘട്ടമാണ്. നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവ് സാങ്കേതിക വിദ്യയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ചില നേട്ടങ്ങളും കോട്ടങ്ങളും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കമ്പ്യൂട്ടർ മനുഷ്യ സവിശേഷതകളുള്ള വിദ്യകൾ സൃഷ്ടിക്കുകയാണ് നിർമ്മിത ബുദ്ധി ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഒന്നാണ്. മനുഷ്യബുദ്ധിയുടെ സമാനമായ കഴിവുകൾ കാണിക്കുന്ന പഠിക്കാനും തീരുമാനങ്ങളെടുക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടിയുള്ള സാങ്കേതിക വിദ്യയാണ് AI. ആരോഗ്യം, വിദ്യാഭ്യാസം, വ്യവസായം, ഗവൺമെന്റ് എന്നീ മേഖലകളിൽ AI വൻ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇതിന് അനുകൂലവും പ്രതികൂലവുമായ വശങ്ങളുണ്ട്. എല്ലാ മേഖലയിലും നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവ് സ്വാധീനിച്ചിട്ടുണ്ട്. AIയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതു തരത്തിലുള്ള വിവരങ്ങളായാലും കാര്യക്ഷമമായും വേഗതയിലും ലഭിക്കുന്നു. മനുഷ്യനിർമ്മിത തെറ്റുകൾ ഒഴിവാക്കി കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ AIക്ക് കഴിയും. മനുഷ്യർ മണിക്കൂറോളം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ AI ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യുന്നു. AIക്ക് സാധ്യതകൾ ഏറെയാണെങ്കിലും ദോഷങ്ങളും മറുവശത്തുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുപോലെ കൃത്രിമത്വം ഉണ്ടാകും. അതുപോലെ തന്നെ വലിയൊരു തൊഴിലില്ലായ്മയുടെ സാധ്യത മുന്നിലുണ്ട്. മനുഷ്യരിലെ ആശയവിനിമയ സംവിധാനങ്ങൾ കുറഞ്ഞുവരും. മനുഷ്യനിർമ്മിതമായി ഒന്നും ചെയ്യാതെ എല്ലാം മെഷീനുകളെ ആശ്രയിച്ചിട്ടായിരിക്കും മുന്നോട്ടു പോകുന്നത്. വ്യക്തിപരമായ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. AI ഉപയോഗത്തിൽ സൈബർ അതിക്രമങ്ങൾ, തെറ്റായ വിവരങ്ങൾ, വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചേക്കാം. അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വകാര്യതയുടെ മാന്യതയെ ലംഘിക്കുന്നതുമാണ്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ AIയുടെ സ്വാധീനം നിർണായകമാണ്. മെഡിക്കൽ രംഗത്ത് രോഗനിർണയത്തിനും ചികിത്സാ രീതികൾക്കും ഗവേഷണങ്ങൾക്കും AIയുടെ സംഭാവനകൾ സഹായിക്കും. ബഹിരാകാശ ഗവേഷണങ്ങളിൽ AI ഉപയോഗിച്ച് സാറ്റലൈറ്റ് ഡാറ്റ വിശകലനത്തിൽ നടത്താൻ സാധിക്കും. റോബോട്ടിക്സ് മേഖലയിൽ AI പുതിയ തലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് വ്യാവസായിക മേഖലയുടെ വേഗത വർദ്ധിപ്പിക്കും. എല്ലാ തരത്തിലുള്ള പുരോഗതിയിലും AIയുടെ കയ്യൊപ്പുണ്ട്. ഭാവി തലമുറയെ ചിട്ടപ്പെടുത്താൻ കഴിയുമെങ്കിൽ AIയുടെ വരവോടെ മനുഷ്യാധ്വാനം കുറയുകയാണ് പ്രത്യക്ഷത്തിൽ സംഭവിക്കുന്നത്. AI സമൂഹവും സാമ്പത്തികവുമായ വികസനത്തിന്റെ കാരണമാകുന്നുണ്ടെങ്കിലും അതിന്റെ ദോഷഫലങ്ങളെ മറികടക്കാൻ മനുഷ്യനാകണം. കഴിഞ്ഞ കുറച്ചു നാളുകളായി വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് ചാറ്റ് GPT. ഗൂഗിൾ അസിസ്റ്റൻസിൽ നിന്നും അലക്സയിൽ നിന്നുമെല്ലാം ചാറ്റ് GPTയെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് പരിശോധിക്കാം. മനുഷ്യനെ പോലെ എഴുതാനും വായിക്കാനും ചാറ്റ് ചെയ്യാനുമെല്ലാം സാധിക്കുന്ന നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക വിദ്യയാണ് ചാറ്റ് GPT. മൈക്രോസോഫ്റ്റ് പ്രധാന നിക്ഷേപകരായ ഓപ്പൺ AI എന്ന സ്ഥാപനം വികസിപ്പിച്ച ഒരു ഭാഷാ മോഡലാണിത്. വിദ്യാഭ്യാസം, ആരോഗ്യം, നിയമം, ധനകാര്യം, മാധ്യമങ്ങൾ, ഉപയോക്തൃ സേവനം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഈ ചാറ്റ് ബോട്ടിന്റെ ഉപയോഗം പടർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ സ്വാഭാവികമായ ഭാഷ മനസ്സിലാക്കാനും അതിനനുസരിച്ച് സംഭാഷണങ്ങളിൽ ഏർപ്പെടാനുമാണ് ചാറ്റ് GPTയെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. ഇന്റർനെറ്റിൽ ലഭ്യമായതും അച്ചടിച്ച പുസ്തകങ്ങളിൽ ലഭ്യമായതുമായ അനേകായിരം എഴുത്തുകൾ ഉപയോഗിച്ചാണ് ചാറ്റ് GPTയെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ 2021 വരെയുള്ള ഡാറ്റ ഉപയോഗിച്ചാണ് ചാറ്റ് GPTയെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ആളുകളുമായുള്ള സംഭാഷണങ്ങളിലൂടെ പുതിയ വിവരങ്ങൾ ഇത് പഠിക്കുന്നുമുണ്ട്. പ്രബന്ധങ്ങൾ എഴുതൽ, ലക്ഷണങ്ങളും റിപ്പോർട്ടുകളും നോക്കി രോഗനിർണയത്തിനും ചികിത്സക്കും സഹായിക്കൽ, ഗവേഷണം, ആധാരമെഴുത്ത്, ലേഖനങ്ങൾ തയ്യാറാക്കൽ, സാമ്പത്തികോപദേശം തുടങ്ങി ചാറ്റ് GPTയുടെ ഉപയോഗ സാധ്യതകളിൽ ചിലത് മാത്രമാണിത്. എന്നാൽ ചാറ്റ് ബോട്ടിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ പ്രത്യക്ഷത്തിൽ ശരിയാണെന്ന് തോന്നുന്ന തെറ്റുകളും മണ്ടത്തരങ്ങളും ഉണ്ടാകാമെന്ന് ഓപ്പൺ AI തന്നെ സമ്മതിക്കുന്നുണ്ട്.
പ്രായത്തെക്കാൾ അധികം വർഷം കൊണ്ട് തീർക്കേണ്ട ജോലി വെറും 5 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കുന്ന ഒരു വില്ലൻ ഇറങ്ങിയിട്ടുണ്ട്. 4 ചതുരശ്ര സെന്റിമീറ്റർ വലുപ്പം മാത്രമുള്ള ഈ കുഞ്ഞൻ കമ്പ്യൂട്ടർ ചിപ്പ് നിസ്സാരക്കാരനല്ല. ലോകത്ത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന വേഗരാജാക്കളായ കമ്പ്യൂട്ടറുകൾ 10 സെപ്റ്റിലിയൻ വർഷം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 5 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കുന്ന വില്ലനാണ് വില്ലോ. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ കമ്പ്യൂട്ടർ ചിപ്പാണ് ഇത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ പ്രധാന പരിമിതികൾ മറികടക്കുന്നതാണ് ഈ കണ്ടെത്തലുകളെന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇന്നത്തെ ഏറ്റവും വേഗമേറിയ കമ്പ്യൂട്ടറുകളെക്കാൾ കമ്പ്യൂട്ടിംഗ് വേഗം ഉറപ്പു നൽകുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഗൂഗിൾ. മൈക്രോസോഫ്റ്റ്, IBM പോലുള്ള മറ്റ് വൻകിടക്കാരും ഈ രംഗത്ത് സജീവമാണ്. കാലിഫോർണിയയിലെ സാന്റാ ബാർബറയിലാണ് ചിപ്പ് നിർമ്മിച്ചത്. താരതമ്യേന കുറഞ്ഞ തെറ്റുകളെ വില്ലോ വരുത്താറുള്ളൂവെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. കമ്പ്യൂട്ടറുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും മരുന്ന് ഗവേഷണത്തിലും നിർമ്മിത ബുദ്ധിയിലും ചിപ്പ് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുമെന്നാണ് വിലയിരുത്തൽ. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിലെ നിർണായക കണ്ടെത്തൽ കൂടിയാണിത്. വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതിന് ബിറ്റുകൾ ഉപയോഗിക്കുന്ന സാധാരണ ചിപ്പിൽ നിന്ന് വ്യത്യസ്തമായി ക്വാണ്ടം ചിപ്പുകൾ ക്യൂബിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമ്പരാഗത കമ്പ്യൂട്ടറുകളെക്കാൾ വളരെ വേഗത്തിൽ സങ്കീർണമായ ഗണിത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും ക്വാണ്ടം ചിപ്പുകൾക്ക് സാധിക്കുന്നു. എന്നാൽ പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ ക്യൂബിറ്റുകളെ വളരെ വേഗം സ്വാധീനിക്കും. താപവ്യതിയാനം, സബ് ആറ്റോമിക് കണങ്ങളുടെ സ്വാധീനം എന്നിവ ക്യൂബിറ്റുകളെ സ്വാധീനിക്കും. അതിനാൽ പിഴവുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതേസമയം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവ അപ്പോൾ തന്നെ കണ്ടെത്തി പരിഹരിക്കാൻ ഗൂഗിളിന്റെ പുതിയ സംവിധാനത്തിന് സാധിക്കും. ശാസ്ത്രം നയിച്ച, ശാസ്ത്രം കുതിച്ച വർഷമായിരുന്നു 2024. നേട്ടങ്ങളുടെ പട്ടിക വലുതായിരുന്നു. അർബുദത്തിന് വാക്സിൻ കണ്ടെത്തിയതു മുതൽ അനുദിനം വികസിക്കുന്ന നിർമ്മിത ബുദ്ധി വരെ പ്രതീക്ഷയാണ്. ഭൂമിക്ക് പുറത്ത് മനുഷ്യവാസം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് 2024 പടിയിറങ്ങുന്നത്. ശാസ്ത്രം കുതിക്കുന്ന 2025 ആകട്ടെ എന്ന പ്രത്യാശയിൽ പുതുവത്സരാശംസകൾ.